സ്വർണവും ചെമ്പുപാളിയും മറിച്ചു വിറ്റു എന്നാണ് വാർത്ത. ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ നിർണായകമായ കണ്ടെത്തൽ. വിൽപ്പന നടത്തിയത് ബാംഗ്ലൂരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു ഇടനിലക്കാരൻ എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്. ഷബീദ് റാവുത്തറാണ് ഈ ബ്രേക്കിംഗ് ന്യൂസ് വരുന്നത്. ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ഷബീദ് റാവുത്തറുണ്ട്. അസന്നിഗ്ധമായി ദേവസ്വം വിജിലൻസ് നിർണായകമായ ഒരു കണ്ടെത്തൽ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. സ്വർണവും ചെമ്പുപാളിയും മറിച്ചു വിറ്റോ ഷബീദ് റാവുത്തർ? SKN അനേകായിരം വിശ്വാസികൾക്ക് വിശ്വാസ പ്രശ്നമുണ്ടാക്കുന്ന അതിനിർണായകമായിട്ടുള്ള കണ്ടെത്തൽ അത് ഇപ്പോൾ ദേവസ്വം വിജിലൻസ് ഇപ്പോൾ അല്പസമയം മുൻപ് ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നു. അക്കമിട്ട് അടിവരയിട്ട് പറയുന്നു. ശബരിമല സ്വർണ്ണമോഷണത്തിലെ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനായി നിന്ന ശബരിമലയിലെ സ്വർണ്ണപ്പാളി, ആ സ്വർണവും ചെമ്പുപാളിയും മറിച്ചു വിറ്റു എന്നുള്ള കണ്ടെത്തൽ അതിപ്പോൾ നടത്തുന്നുണ്ട്. 2016 മുതൽ നടത്തിയ ഗൂഢാലോചനയുടെ പരിണിത ഫലമാണ് 2019 നടന്നത് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നുണ്ട്. പിന്നിൽ വൻ ഗൂഢാലോചന നടന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള കണ്ടെത്തലുകൾ ആ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിലുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഞാൻ മുൻപ് സൂചിപ്പിച്ചത് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. അനേക ലക്ഷം വരുന്ന ശബരിമല അയ്യപ്പ ഭക്തരുടെ നെഞ്ചിൽ മുറിവേൽക്കുന്ന തരത്തിലേക്കുള്ള ഇടപാടുകൾ അത് ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉദ്യോഗസ്ഥ തട്ടിപ്പ് സംഘവും നടത്തി എന്നുള്ള കണ്ടെത്തൽ അത് ദേവസ്വം വിജിലൻസ് നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. ഇതിൽ സ്വർണവും ചെമ്പുപാളിയും ബാംഗ്ലൂരിൽ എത്തിച്ച് വിൽപ്പന നടത്തിയതിന്റെ നിർണായക വിവരങ്ങൾ ഉൾപ്പെടെ ദേവസ്വം വിജിലൻസിന് ലഭിച്ചു എന്നുള്ള കാര്യം കൂടി ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങൾ ആ റിപ്പോർട്ടിൽ അടിവരയിട്ട് പറയുന്നുണ്ട്. ഓക്കെ ഷബീദ്, ഇതിൽ പറയുന്ന വിവരമനുസരിച്ച് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണോ ഇതിൻ്റെ ഇടനിലക്കാർ? ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർക്കും ഞെട്ടലുണ്ടാക്കുന്ന വിവരമാണ്. കാര്യം ശബരിമലയിലെ കറതീർന്ന ഭക്തനാണ് താനെന്ന് നാഴികയ്ക്ക് 40 വട്ടം വിളിച്ചു പറയുന്ന ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടനിലക്കാരനായി നിന്നുകൊണ്ട് അദ്ദേഹം ഈ സ്വർണ്ണപ്പാളിയും ചെമ്പുപാളിയും മറിച്ചു വിറ്റു. ഇത് ബാംഗ്ലൂരിലെ ഒരു കോടീശ്വരനാണ് വിറ്റത് എന്ന് VD സതീശൻ്റെ പ്രസ്താവന ഉണ്ടായിരുന്നു. ആ കോടീശ്വരനിലേക്ക് തന്നെയാണോ സംശയത്തിൻ്റെ കുന്തമുന നീണ്ടുപോകുന്നത്? ഇക്കാര്യത്തിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തോടെ ലഭിക്കും. നമുക്കിപ്പോൾ ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന കാര്യം, ശബരിമലയിൽ നിന്ന് 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച മഹസർ രേഖയിലും അതേപോലെ രജിസ്റ്ററിലും അടക്കം ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിക്കൊണ്ടുപോയ ആ സ്വർണ്ണപ്പാളി ബാംഗ്ലൂരിൽ എത്തിച്ച് വിൽപ്പന നടത്തിയെന്നുള്ള സംശയം അത് ദേവസ്വം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച പൂർണ്ണ റിപ്പോർട്ടിൽ പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. മാത്രവുമല്ല 2019 ഉദ്യോഗസ്ഥ തലത്തിൽ ഗൂഢാലോചന നടത്തിയതുപോലും ഈ വിൽപ്പനയ്ക്കാണ് എന്നുള്ള കാര്യവും ദേവസ്വം വിജിലൻസിന്റെ ഈ കണ്ടെത്തൽ ഉറപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പങ്കജ് ഭണ്ഡാരി, അതായത് സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO പങ്കജ് ഭണ്ഡാരി നടത്തിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ ഉണ്ടായിരുന്നു. ആ കണ്ടെത്തൽ അദ്ദേഹത്തിന്റെ മൊഴി ഉണ്ടായിരുന്നു. ആ മൊഴിയിൽ അദ്ദേഹം പറഞ്ഞത് തങ്ങളിലേക്ക് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിയത് ഏതെങ്കിലും തരത്തിൽ അത് കാലപ്പഴക്കമുള്ള ചെമ്പുപാളി പോലുമല്ല, പകരം പുതിയൊരു ചെമ്പുപാളി. അപ്പോൾ തന്നെ ദേവസ്വം വിജിലൻസിന് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. ആ സംശയങ്ങളടക്കം അടിവരയിട്ട് ചില തെളിവുകളും രേഖകളും അടക്കം കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസ് ഈ റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. ആ റിപ്പോർട്ടിലാണ് വിൽപ്പന നടന്നു എന്നുള്ള കാര്യം ഉറപ്പിക്കുന്നത്. അക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം വേണം. SIT പോലൊരു ഏജൻസി അക്കാര്യത്തിൽ അന്വേഷണം നടത്തണമെന്നുള്ള കാര്യമൊക്കെ ദേവസ്വം വിജിലൻസിന്റെ കാര്യത്തിൽ പറയുന്നുണ്ട്. ഏതായാലും നിലവിൽ ഇപ്പോൾ ദേവസ്വം വിജിലൻസിന്റെ പൂർണ്ണ റിപ്പോർട്ട് ഇന്ന് SITയുടെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ശശിധരൻ കൈപ്പറ്റും. അതിനുശേഷം ഔദ്യോഗികമായി അവരുടെ അന്വേഷണം ആരംഭിക്കും. ഈ ക്രൈം നടന്നത് സന്നിധാനത്തായതിനാൽ പമ്പ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു FIR രജിസ്റ്റർ ചെയ്ത ശേഷമായിരിക്കും അന്വേഷണം. ഏതായാലും ഈ വിജിലൻസിന്റെ പൂർണ്ണ റിപ്പോർട്ടിലെ വിവരങ്ങൾ കൂടുതൽ പുറത്തേക്ക് വരും. ആ ഉദ്യോഗസ്ഥ തല ഗൂഢാലോചന എവിടേക്കെത്തുന്നു, ആരിലേക്കെത്തുന്നു എന്നൊക്കെയുള്ള ചില സൂചനകൾ വരുന്നുണ്ട്. പക്ഷേ സ്ഥിരീകരണത്തിന് ശേഷം നമുക്കത് നൽകാം. ഏതായാലും അതിനിർണായകമായിട്ടുള്ള കണ്ടെത്തൽ ദേവസ്വം വിജിലൻസിന്റെ പൂർണ്ണ റിപ്പോർട്ടിലുണ്ട്. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി ശബരിമലയിൽ നിന്ന് ഇളക്കിക്കൊണ്ടുപോയ ആ സ്വർണ്ണപ്പാളി ബാംഗ്ലൂരിൽ എത്തിച്ച് ഇടനില നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി മറിച്ചു വിറ്റു എന്നുള്ള സംശയം അത് ദേവസ്വം വിജിലൻസിന്റെ പൂർണ്ണ റിപ്പോർട്ടിൽ പ്രകടിപ്പിക്കുന്നു. ഷബീദ്, മറ്റൊരു വിവരം കൂടി ഇപ്പോൾ വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിജിലൻസ് സെക്യൂരിറ്റി ഓഫീസറോട് ദേവസ്വം ബെഞ്ച്, ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് വിവരങ്ങൾ തേടിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഇപ്പോൾ കോടതിയിൽ സശ്രദ്ധം പരിശോധിക്കുന്നുവെന്ന് വിഷ്ണു സുരേഷ് പറയുന്നു. ഷബീദ്, താങ്കൾക്ക് തുടരാം. ഒരുപക്ഷേ നമ്മുടെ H വെങ്കടേഷ് നേതൃത്വമുള്ള ഈ SIT അന്വേഷണം ഏറ്റെടുക്കുന്നതോടെ പല ഉദ്യോഗസ്ഥന്മാരും നിയമത്തിൻ്റെ മുന്നിൽ നിൽക്കേണ്ടി വരും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്ന ശബരിമല അയ്യപ്പൻ്റെ സ്വർണ്ണപ്പാളിയും അതുപോലെ ചെമ്പുപാളിയും അടിച്ചുമാറ്റി ബംഗളൂരുവിലെത്തിച്ച വിറ്റു എന്ന ആരോപണത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖം കുത്തി വീഴുമ്പോൾ അയ്യപ്പ ഭക്തന്മാർ അക്ഷരാർത്ഥം നടുങ്ങിപ്പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഷബീദ്, താങ്കൾക്ക് തുടരാം.
എസ് കെ ഉറപ്പായിട്ടും, കാരണം അത് പറയാൻ പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി താൻ കൊണ്ടുപോയത് ചെമ്പുപാളി എന്ന് ഉറപ്പിക്കുമ്പോൾ തന്നെ ദേവസ്വം വിജിലൻസിന് ഇയാളുടെ ഇടപാടുകൾ സംബന്ധിച്ച ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ വിഷയത്തിലെ ഗൂഢാലോചന 2016 തുടങ്ങിയതാണ് എന്നുള്ള നിർണായക കണ്ടെത്തൽ ദേവസ്വം വിജിലൻസ് നടത്തുമ്പോൾ അത് ആരൊക്കെ ഏതൊക്കെ തലകൾ ഉരുളും എന്നുള്ളത് സ്വാഭാവികമായും നമുക്ക് ആകാംക്ഷയുള്ളൊരു കാര്യമാണ്. മാത്രമല്ല ഇപ്പോൾ ഈ വിജിലൻസ് സെക്യൂരിറ്റി ഓഫീസറുടെ കാര്യങ്ങൾ നേരിട്ട് കോടതി തേടുന്നത് തന്നെ ഇത് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട അവസാന സിറ്റിംഗ് ആണ്. ഈ പൂർണ്ണ റിപ്പോർട്ട് കൈമാറുമ്പോൾ ഈ പിക്ചറിൽ നിന്ന് ദേവസ്വം വിജിലൻസ് ആകപ്പാടെ മാറി നിന്ന് പകരം SIT പ്രത്യേക അന്വേഷണ സംഘം അവരെത്തിച്ചേരും. ഇതിനോടകം തന്നെ അനൗദ്യോഗിക അന്വേഷണം അവർ ആരംഭിച്ചിട്ടുണ്ട്. അവരുടെ ഔദ്യോഗിക അന്വേഷണത്തിൽ ഉള്ള കണ്ടെത്തൽ അത് 1 മാസത്തിനകം റിപ്പോർട്ടായി ഹൈക്കോടതിക്ക് മുൻപിൽ വരണമെന്ന കർശന നിർദ്ദേശം ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് അനൗദ്യോഗിക അന്വേഷണം അവർ ആരംഭിച്ചത്. ഇതിൽ ഇനി നിർണായകമായി മാറുക ആരെയൊക്കെ കസ്റ്റഡിയിലെടുക്കും. പമ്പ പോലീസ് രജിസ്റ്റർ ചെയ്യുന്ന കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും ബൈജുവും മനോജും മാത്രമായിരിക്കുമോ പ്രതികൾ? അതിനപ്പുറത്തേക്ക് ആരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കുമോ? മാത്രവുമല്ല 2016 മുതൽ 2019 വരെ നീണ്ട ഗൂഢാലോചന, അതിന് രണ്ടാം ഘട്ടം 2024 വീണ്ടും സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി മുരാരി ബാബു ബാംഗ്ലൂരിലേക്ക് എത്തിക്കാനുള്ള നീക്കം. ആ നീക്കത്തിനൊക്കെ ഇടനില നിന്നത് ആരാണ്? എന്തേ ദേവസ്വം ബോർഡ് ഇത് മുൻപേ കണ്ടില്ല? ദേവസ്വം വിജിലൻസ് എന്ത് ചെയ്യുകയായിരുന്നു? ദേവസ്വം ഓഡിറ്റിൽ എന്തൊക്കെ കാര്യങ്ങളുടെ കുറവ് സംഭവിച്ചു? ആർക്കാണ് വീഴ്ച സംഭവിച്ചതെന്നടക്കമുള്ള മുഴുവൻ കാര്യങ്ങൾ, ആ മുഴുവൻ കാര്യങ്ങളിലും ദേവസ്വം ബോർഡ് ഒന്നാമത് മറുപടി പറയേണ്ടി വരും, രണ്ടാമത് സർക്കാർ മറുപടി പറയേണ്ടി വരും, മൂന്നാമത് ശബരിമലയിലെ ഈ ദേവസ്വത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ മറുപടി പറയേണ്ടി വരും. അങ്ങനെ ഓഡിറ്റിംഗിനെ അടക്കം സംശയിക്കപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ അത് ഇപ്പോൾ ദേവസ്വം വിജിലൻസ് കോടതിയിൽ കൊടുത്ത പൂർണ്ണ റിപ്പോർട്ടിൽ അടിവരയിട്ട് പറയുന്നുണ്ട്. സ്കാൻ കുറച്ചുകൂടി ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളും ആ റിപ്പോർട്ടിലുണ്ട് എന്ന തരത്തിലേക്കുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. സ്കാൻ ഷെബീദ് റാവുത്തർ കൂടുതൽ വിവരങ്ങൾ നമുക്ക് നൽകാൻ കഴിയും. ഈ വാർത്ത ആദ്യമായിട്ട് ഷെബീദ് റാവുത്തറാണ് 24 വഴി പുറത്തുവിടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്വർണ്ണപ്പാളിയും ചെമ്പുപാളിയും ബംഗളൂരു നഗരത്തിലെത്തി. ആ ബംഗളൂരിൽ ഏതോ ഒരു കോടീശ്വരനോ ആർക്കോ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മധ്യസ്ഥതയിൽ മറിച്ചു വിറ്റു എന്നുള്ളതാണ്. ഇതുവരെ തനിക്ക് കിട്ടിയത് ചെമ്പുപാളിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി അയാൾ കൂടുതൽ കുരുക്കിലാകുന്നു എന്നുള്ളതിന് റിപ്പോർട്ട് വരുന്നു. അതുപോലെ ദേവസ്വം ജീവനക്കാരും ഉദ്യോഗസ്ഥന്മാരും അതുപോലെ ഓഡിറ്റിന് ഇത് കണ്ടെത്താൻ കഴിയാതെ പോയ ആളുകളുമൊക്കെ തന്നെ അന്വേഷണത്തിൽ മറുപടി പറയേണ്ടി വരും. പ്രത്യേക ഇൻവെസ്റ്റിഗേഷൻ ടീം SIT അന്വേഷണം അനൗദ്യോഗികമായി ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് ഷെബീദ് റാവുത്ത് റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും 1 മാസത്തിനകം റിപ്പോർട്ട് വരുമ്പോൾ വലിയൊരു കണ്ടെത്തൽ കേരളത്തിൽ നടത്തും. ഇന്ത്യയിലുടനീളമുള്ള ലോകത്ത് പല രാജ്യങ്ങളിലുമുള്ള അയ്യപ്പ ഭക്തന്മാർക്ക് വെള്ളിടി പോലെ വരുന്ന വാർത്തകളാണ് ശബരിമല സന്നിധാനത്തെ ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ഇപ്പോൾ പുറത്തു വരുന്നത്. ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഉടൻ തന്നെ പുറത്തുവിടാൻ കഴിയുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. നമ്മളതിനായി കാത്തിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.